പൊള്ളുന്ന വേദനയോടെ നോവോടെ അർജുന് ആദരാഞ്ജലി അർപ്പിക്കാൻ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു. ആയിരക്കണക്കിന് പേരാണ് കണ്ണാടിക്കലിലെ ആ വീട്ടിലേക്ക് എത്തിയത്. ചിതയെരിയും മുൻപ് അർജുന്റെ കുഞ്ഞു മകൻ അയാന്റെ പൊട്ടിക്കരച്ചിൽ നമ്മുടെ എല്ലാവരുടെയും ചങ്ക് തകർത്തു. അവിടെ നിന്ന് നമുക്കൊപ്പം നയൻതാരയും ഫെലിക്സും രാഹുലുമുണ്ട്. രാഹുൽ, ഒടുവിൽ നമ്മുടെ എല്ലാം ഹൃദയം തകർത്തുകൊണ്ട് അർജുന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. 75 ദിവസം കഴിഞ്ഞ യാത്രകളായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ അവസാനത്തെ യാത്രയിൽ ഒറ്റയ്ക്കാക്കിയില്ല, തനിച്ചാക്കിയില്ല, കേരളം കൂടെ നിന്നു. ആര്യ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇന്ന് കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ്. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ട അർജുൻ, യാത്ര തന്നെ തൻ്റെ ജീവിതമാർഗമാക്കി മാറ്റിയ അർജുൻ ഇനി ഭൂമിയിൽ ഒരു യാത്രക്കില്ല എന്നതാണ്. എനിക്ക് പിറകിലായി അർജുൻ്റെ ചിത എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും ദുഃഖകരമായ നിമിഷങ്ങളാണ് ഓരോന്നും ഉണ്ടായത്. വാക്കുകളിൽ വിവരിക്കുക തന്നെ ഏറെ വിഷമമുള്ള കാര്യമാണ്. അർജുൻ്റെ ഈ പൊതുദർശനമൊക്കെ പൂർത്തിയാക്കി ചിതയിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിച്ച് ആദ്യം മകനെ ഒക്കത്തിരുത്തിക്കൊണ്ട് ചിതയ്ക്ക് 3 വട്ടം വലം വെച്ചൊരു കാഴ്ച. പൊട്ടിക്കരയുകയായിരുന്നു മകൻ. അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അർജുൻ്റെ വസ്ത്രം ചിതയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം സഹോദരനും അതുപോലെ സഹോദരി ഭർത്താവായ ജിതിനുമൊക്കെ ചേർന്നാണ് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഏതായാലും ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഈ വീടിനോട് ചേർന്ന ചിതയ്ക്ക് അരികിൽ നിന്ന് ബന്ധുക്കൾ മാറിയിട്ടുണ്ട്. കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളും ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ജനസഞ്ചയം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. എങ്കിൽ തന്നെയും അർജുൻ നമുക്കിടയിലുണ്ടാക്കിയ ഒരു ചിത്രം, സങ്കടകരമായ ചിത്രം എന്നത് ഒരു കാലത്തും മായില്ല എന്നത് തന്നെയാണ്. കുടുംബത്തെ സംബന്ധിച്ച് നികത്താനാവാത്ത ഒരു ശൂന്യതയാണ് അർജുൻ്റെ വിടവാങ്ങലിലൂടെ ഉണ്ടായിട്ടുള്ളതും. ഇതുതന്നെയായാലും നാട്ടിലെ അർജുനെ അറിയാത്ത ആളുകൾ, അറിയുന്ന ആളുകൾ, അറിയാത്ത ആളുകൾ, മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടറിഞ്ഞിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഈ സാധാരണക്കാരനായ ചെറുപ്പക്കാരന് കഴിഞ്ഞു എന്നത് തന്നെ എടുത്തു പറയേണ്ട നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വഴിയരികിലുടനീളം കാത്തുനിന്ന ആളുകൾ കണ്ടതിന് ശേഷം 9 മണിയോടുകൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ആദ്യം അർജുൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിനുള്ള സമയമായിരുന്നു. പൊട്ടിക്കരയുകയായിരുന്നു, അലമുറയിട്ട് കരയുകയായിരുന്നു അവരെല്ലാവരും. അതിനുശേഷമാണ് പൊതുദർശനം വീട്ടുമുറ്റത്ത് ആരംഭിച്ചത്. ഈ തടിച്ചുകൂടിയ ആളുകൾ അർജുനെ കണ്ടു, കുടുംബത്തെ കഴിയുന്ന വിധത്തിൽ ആശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പൊതുദർശനം തുടരുന്ന സമയത്ത് നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും ഒക്കെ തന്നെ ചെയ്തിരുന്നത് എന്നതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചും വളരെ ദുഃഖകരമായ നിമിഷങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ എന്ന കാര്യം കൂടി ആണ് താനും. ഇതുതന്നെയായാലും ഒഴുകി വന്ന ജനസഞ്ചയം കേരളത്തിന്റെ ഒരു പരിച്ഛേദം അതാണ് നമ്മൾ ഇന്ന് കണ്ണാടിക്കൽ എന്ന ആ ഗ്രാമത്തിൽ, ഒരു കൊച്ചു ഗ്രാമത്തിൽ നമ്മൾ കണ്ടത്.